വാട്സപ്പിലായിരിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് സ്കൂൾ വിട്ട് വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നി. അപ്പോൾ ഉമ്മ ഫസ്റ്റ് എനിക്ക് ചായയും ബിസ്ക്കറ്റ് തന്നു. അപ്പോഴും എനിക്ക് എന്തൊക്കെയാണ് തിന്നാൻ തോന്നുക. അപ്പോൾ എൻ്റെ വാക്കോ പോയിട്ട് ബ്രെഡും മുട്ടയും മേടിച്ചിട്ട് കൊണ്ടു. ഇനി നമ്മൾക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒരു ഒരു കോൽമുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഉണ്ടാക്കാൻ പോവാം. നമുക്ക് കിച്ചണിലോട്ട് പോവാം. അടുത്ത് നമുക്ക് സ്റ്റോവിൽ നിന്ന് പാൻ ഇട്ടുകൊണ്ടുവരാം. നമ്മുടെ കൊണ്ടിങ്ങനെ കോലി കയറിപ്പോയതാണ്. നമുക്ക് ചട്ടി മാത്രമല്ല വരുന്നത്, നമ്മൾക്ക് സോസ് വേണം, മയോണീസ് വേണം. ഇത് ശരിക്ക് ഉള്ളൊരു മയോണീസ് അല്ല, ഇത് ചീസിന്റെ മയോണീസാണ്. എൻ്റെ വാപ്പ ദുബായിന്ന് കൊണ്ടുവരുന്നത്. പക്ഷെ ടീച്ചർ നല്ല ടഫാണ്. അപ്പം നമുക്ക് ആദ്യം ഗ്യാസ് സ്റ്റോവ് വെക്കാം. എൻ്റെ അമ്മ എനിക്ക് എണ്ണ ഒഴിച്ച് തന്നിട്ടുണ്ട്. ഞാൻ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടി കുറഞ്ഞ് പിന്നെ ആകെ ഇതാവും, അതിൽക്കൊടുത്താവും. ഇനി നമുക്ക് എണ്ണ ഒന്ന് ജസ്റ്റ് ചൂടാവണം. അപ്പോഴത്തേക്ക് നമുക്ക് വേറെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. അത്രയ്ക്ക് സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ഇത് രണ്ടെണ്ണം വേണം, പിന്നെ ഒരു പാത്രം വേണം. പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന രീതി വേറെ രീതിയാണ്. അപ്പോൾ ഇത് ഇട്ട് വെക്കണം. എനിക്ക് ആദ്യം മുട്ട പൊരിച്ചിട്ട് ഇട്ട് വെക്കണം. അപ്പം അതിനേക്കാണ് ഞാൻ വേറെ പാത്രം എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് കുരുമുളക് വേണം, ഉപ്പ് വേണം, അതാണ് മുഴുശിനി. ഇപ്പൊ ഇത്രയും വേണം. ഇനി നമ്മൾക്ക് മുട്ടനെ ഒന്നിനെ ഉൾപ്പാട്ടം അവിടെ വേറെ മുട്ടണ്ട് പറഞ്ഞ് പിന്നെ അങ്ങനെ പറഞ്ഞു കാക്കൂനുണ്ടാക്കിക്കോ. മുമ്പൊക്കെ ഞാൻ അവിടെ എന്നിട്ട് കുറച്ചായിട്ട് എൻ്റെ നടക്കാൻ പറഞ്ഞു. ഓവറാ എണ്ണ ഓവറാ ചൂടായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഇനി അഥവാ അത് കഴിഞ്ഞാലോ കരുതി ഞാൻ ഇപ്പൊ തന്നെ ബ്രെഡൊക്കെ പൊളിച്ച് വെക്കുന്നുണ്ട്. അത് നമുക്കൊരു ബ്രെഡ് എടുക്കാം. അധികം എല്ലാവർക്കും അറിയണതാണ് ഈ ബ്രെഡ് എടുക്കാതിരിക്കുന്നത്. അപ്പോൾ എനിക്കും കാക്കോനെ വേണം. അതുകൊണ്ട് 4 ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ മൊത്തം. ഈ നമുക്ക് വെക്കാം, പിന്നെ മടക്കാം. ഇനി നമ്മൾക്ക് ഒരു മുട്ട പൊട്ടിക്കാം. മുട്ട പൊട്ടിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. ഞാൻ പൊട്ടിക്കുന്ന രീതി വേറെ ലെവലാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പൊട്ടിച്ചിട്ട് മുട്ടയുടെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുഞ്ച് അപ്പുറത്ത് ഒഴിച്ച് കാട്ടുണ്ടാവാണ്. എനിക്ക് കുഞ്ച് അത്രയ്ക്ക് ഇഷ്ടമല്ല, ഒരുമാതിരി ടേസ്റ്റ് ആയിന്. അപ്പം ഞാൻ മേലെ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ഇതുപോലെ പൊട്ടും. അപ്പൊ ഇത് തോടൊക്കെ തോട് കിട്ടില്ല. കൊറേ അപ്പൊ തോടൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകൂലേ? പോകുമോ? എനിക്ക് തിന്നാൻ കിട്ടിയിട്ടില്ല, വിഴുങ്ങിട്ടുണ്ടാവും. ഇട് ഒഴിച്ചട്ടെ. തോട് മാറ്റണോ? എന്തെങ്കിലും കാട്ട്. ഇട്. അപ്പൊ അതിന്റെ കുഞ്ച് ലാസ്റ്റ് ഞാൻ സൈഡിൽ ഒഴിച്ചു. ഇതെന്തെങ്ങനെ അപ്പൊ ഞാൻ കാക്കൂന്റെ ഒഴിക്കണ്ടേ? കാക്കൂന്റെ വേറെ ഒഴിച്ച് രണ്ടെണ്ണം ഉണ്ടാക്കിയെങ്കിൽ പേടിച്ചണ്ടേ. ഇതാ കുഞ്ച് നീ കാക്കൂ അതിലിട്ടാ മതി കുഞ്ച്. കാക്കൂന്റെ അതവിടെ വെക്ക്. ഇനി അത് നമുക്ക് വേറെ മുമ്പിൽ എനിക്ക് കുറച്ച് ഉപ്പും കുരുമുളക് ഇടും. എനിക്ക് കുരുമുളക് ഇട്ടതാണ് ഇഷ്ടം കേട്ടോ. കുരുമുളക് ഇടാത്ത എനിക്ക് അത്രക്ക് വലിയ ഇഷ്ടമല്ല. അല്ലെങ്കിൽ കുരുമുളക് ഇട്ടിട്ടില്ലെങ്കിൽ സ്പൂണൊന്നും വേണ്ട. കുരുമുളക് ഇട്ടിട്ടില്ലെങ്കിൽ ഉള്ളി പച്ചമുളകൊക്കെ ഇടണം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേറൊരു വൈബാണ് കേട്ടോ. ഇടല്ലേ എല്ലായിടത്തും കൂടി ആവണം. ഒരു ഭാഗത്തായ രസം ഉണ്ടാവില്ലേ? അത് കഴിഞ്ഞു.
ഉണ്ടാവും, ആരൊന്നും പഠിക്കണ്ട. ഈ പ്രത്യേകത എന്തെങ്കിലും ഇതാണ് മതി. കേറാത്തുണ്ട്. ഇതെന്തരണ്ടായിരുന്നു പൊടിച്ചിട്ടത്? മറ്റേ മുട്ട പൊട്ടിച്ചിരിഞ്ഞു. അപ്പൊ ഇണ്ടത്ത് കൊഞ്ചും കൂടി കാക്കുവിന് ഒഴിച്ചു കൊടുത്തത്. എന്റെ കാക്കുവിന് കുഞ്ചി അങ്ങനെ ഒന്നും പ്രശ്നമില്ല. ഇനി നമുക്ക് നേരത്തെ കാണിച്ചതിൽ തന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. മറിച്ചിട്ടുണ്ടേ വേവട്ടെ കുഞ്ചി. പക്ഷെ നമുക്ക് ഇതൊക്കെ നിറച്ച് ഒന്ന് അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്തെ കൂടെ വൃത്തി അതായിട്ടുള്ള സാധനങ്ങളൊക്കെ കേട്ടോ, വൃത്തിയാക്കി വെക്കും കേട്ടോ. അതവിടെ സോസൊക്കെ നമുക്ക് അവസാനം വെക്കാം. ഇത് നന്നായിട്ട് ഓയിലുണ്ട്. മറിച്ചില്ല കുഞ്ചി പൊട്ടി. അതാ എരിപ്പിടണം. ഇതെന്താ ചെയ്യണേ? എന്നെ ചെയ്യുമല്ലയ്യ. ഇനി ഇതിൽ ഇടണം. പൊട്ടി പാത്രം അല്ല, ബിരിയാണി ഒരു വട്ടം നല്ല ചൂടുള്ള ബിരിയാണി പൊപ്പിച്ചില്ല, പാത്രത്തിലിട്ടിട്ട് പൊട്ടിക്കും. അവസാനത്തെ ഇതിലേക്ക് പോവാം. അവസാനത്തെ ഇത് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാല് നേരെ മുറിച്ചിട്ടില്ല. ഒരു ഇതിലേക്ക് ഞാന് ബ്രെഡ് ചൂടാക്കണ്ടേ? ആദ്യം നമ്മൾ 2 ബ്രെഡിനെടുത്തിട്ട് അത് 4 ഒപ്പം ചെയ്യണ്ടേ? എന്താണ് ഇത് കിട്ടൂലേ? നമുക്ക് നന്നായിട്ടൊന്ന് ഓയിലേക്ക് ഒന്ന് പൊടിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ബ്രെഡ് എടുക്കാം. അതിലും മതിയാ, പ്ലേറ്റിൽ മതിയാ. ഒരു ബ്രെഡ് എടുത്തിട്ട് കരിയോ ഇത് ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ പീച്ചണം. ഇതാ ഞാൻ പറഞ്ഞത് ചീസ് മയോണൈസിന്റെ പ്രത്യേകത. എന്നിട്ട് ഇങ്ങനെ കോല് പോലെ ഇട്ട് വീതിയൊക്കെ ഉണ്ടാകും. അമർത്തണം. കുറച്ച് അമർത്തിയിട്ട് ഇനി നമുക്ക് അടുത്തത് സോസ് എടുക്കണം. എന്താ കറക്കിയിട്ട് പോരുന്നില്ലല്ലോ. ഈ സ്പൂൺ വേണം. സ്പൂൺ എടുത്തിട്ട് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്യും. ഇനി ഞാൻ ഒരു മുട്ട എടുക്കും, നമ്മൾ വേവിച്ചത്. എന്നിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഒരു ബ്രെഡ് എടുക്കും. അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ വെക്കും. അപ്പം നമ്മൾ ഒരു ബ്രെഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തത് കാക്കൊണ്ട് ചെയ്യാം. ബ്രെഡ് എടുക്കാം. അപ്പം നമ്മളെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്ല, ഞാൻ കട്ട് ചെയ്യണം. കട്ട് ചെയ്യൂല. അപ്പം ഞാൻ കത്തി എടുക്കണം. ഒരു കത്തി നനക്കണം. എന്നിട്ട് കസ്റ്റിംഗ് ബോർഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വെച്ച് വെട്ടണം. എന്നാൽ നമുക്ക് നല്ല രീതിയിലൊരു സാൻഡ്വിച്ചിന്റെ രൂപമൊക്കെ കഴിക്കും. നമുക്ക് എല്ലാം എടുക്കാം. ഇനി നമുക്ക് കാപ്പന് കൊണ്ടുപോയി കൊടുത്തത് നിങ്ങൾക്കും തിന്നാം. നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടായിരുന്നു ഷെയർ ചെയ്ത് വെക്കും. അതൊക്കെയാണ് ഈ മുറിച്ചതിന്റെ ഒക്കെ ഉദ്ദേശം. എന്താ അപ്പൊ ഇനി നമ്മൾക്ക് തിന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ അമർത്താം. അപ്പൊ എല്ലാവർക്കും ബൈ.